ഹലോ ഫിസിക്സ് ഓഫ് റോബോട്ടിക്സിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓയിലർ ആംഗിൾ എന്താണ് എന്നതിനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ വിശദമായിട്ട് പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് ഈ ഓയിലർ ആംഗിൾസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഞാൻ ഈ കോഴ്സിൽ ഉപയോഗിക്കുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് ZYZ. അത് ബോഡി സെൻറ്റേർഡ് ഫ്രെയിമിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഓയിലർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ജനറിക് ആണ്. അപ്പോൾ പല കൺവെൻഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ZYZ എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോഡിനകത്ത് അതിന് മുമ്പ് ഇതിൻ്റെ കോഡിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്. അതായത് SciPy പാക്കേജിനകത്ത് ഈ റൊട്ടേഷൻ മെട്രിക്സും ഓയിലർ ആംഗിളും റൊട്ടേഷൻ മെട്രിക്സ് എന്ന് ഓയിലർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വിധമൊക്കെ വിശദമായിട്ടുണ്ട്. പക്ഷേ ആസ് എ ബിഗിനർ ഇത് മാനുവലായിട്ട് തന്നെ ചെയ്യുന്നതാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡും റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയും ഓരോ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കൺവെൻഷൻ ZYZ എന്നുള്ള റൊട്ടേഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഞാനത് എടുക്കുന്നുമില്ല. ഓക്കെ, സോ റൊട്ടേഷൻ മെട്രിക്സിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷനാണ് എന്താണ് കോസും സൈനും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സാധനമാണ് റൊട്ടേഷൻ മെട്രിക്സ്. സോ ഞാനത് മാനുവലായിട്ട് എഴുതി. ഇത് വിത്ത് റെസ്പെക്ട് ടു ഇസഡും ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, ഇനി വെക്റ്റർ പ്ലോട്ട് ചെയ്യുന്നതിലേക്ക് പിന്നെ വരാം. അതിന് മുമ്പ് ഓക്കെ, മെയിൻ ഫംഗ്ഷനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ ഞാൻ എഴുതുന്നുള്ളൂ. ഞാൻ 3 ആംഗിള് ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഓയിലർ ആംഗിൾസ് ആദ്യം ചെയ്യുന്നത് ഫൈ എന്നൊരു റൊട്ടേഷനാണ്. അത് ഞാൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് കോർഡിനേറ്റ് ആണ്. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാണ് അത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. പിന്നെ സൈ എന്നുള്ള ആംഗിളാണ്, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഞാൻ റൊട്ടേഷൻ ആംഗിളിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കോർഡിനേറ്റ് ഫ്രെയിംസ് ആൻഡ് വെക്റ്റർ കോർഡിനേറ്റ് ഫ്രെയിം മാത്രമേ ഞാൻ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി പ്ലോട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പ്ലോട്ട് ചെയ്യുന്ന ഫംഗ്ഷനകത്ത് ഫൈ തീറ്റ സൈ എന്നുള്ളത് അത് ഞാൻ അവിടെ നിന്നൊരു മെട്രിക്സ് ആയിട്ടാണ് അവിടെ നിന്നൊരു അറേ ആയിട്ടാണ് ഇങ്ങോട്ട് പാസ് ചെയ്തത്. ഇവിടെ അത് പാരാമീറ്ററായിട്ട് വീണ്ടും എഴുതി വെച്ചു. ഒരു പ്ലോട്ട് ഡിഫൈൻ ചെയ്തു. 3D പ്രൊജക്ഷനാണ് വേണ്ടത്. ഓക്കെ, കളേഴ്സ് യൂണിറ്റ് ലെങ്ത്തുള്ള കോർഡിനേറ്റ് ആക്സിസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒറിജിൻ 0 0 0 ആണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. അതായത് 3 ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിനകത്ത് 2 ഇസഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ്. അപ്പം RZ1 ആദ്യത്തെ ആംഗിൾ വെച്ചിട്ട് Z1 ചെയ്യുന്നു. പിന്നെ RZ2 എന്ന് പറയുന്നത് മൂന്നാമത്തെ ആംഗിൾ സൈ എന്നുള്ള ആംഗിൾ വെച്ചിട്ട് റൊട്ടേഷൻ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. അതേപോലെ RY എന്നുള്ളത് റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ് ബൈ ആംഗിൾ തീറ്റ. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഞാൻ ബോഡി സെൻറ്റേർഡ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എൻ്റെ റൊട്ടേഷൻ മെട്രിക്സ് റൈറ്റ് സൈഡിലിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതോർത്ത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നു. ആദ്യം Z1 എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അതായത്
ഇസഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് 5 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അത് ഞാൻ ആദ്യം ചെയ്യും. അത് എൻ്റെ ഇനീഷ്യൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആക്സിസ് ആയിരുന്നു. അതിന് വിത്ത് റെസ്പെക്റ്റ്, സോ ആ ആക്സിസിന് RZ1 എന്നുള്ള റൊട്ടേഷൻ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ വൈക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ കിട്ടുന്ന റിസൾട്ടിന് ഞാൻ ഇസഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് സൈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഇനീഷ്യൽ ആംഗിളും ഫൈനൽ ആംഗിളും പ്ലോട്ടിങ്ങാണ്. കളർ ഓരോ എക്സും വൈയും ഇസഡും പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ 3 കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്യുവർ എന്നുള്ളത് ആരോ ആയിട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് വൈ ഇസഡ് ലിമിറ്റ് യൂണിറ്റ് വെക്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്, റൈറ്റ്. അതായത് ഇനീഷ്യൽ അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ആ യൂണിറ്റ് എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് ഡിസ്റ്റൻസ്, വൈ ഡയറക്ഷനിലെ യൂണിറ്റ് ഡിസ്റ്റൻസ്, ഇസഡ് ഡയറക്ഷനിൽ യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 1നെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1ൻ്റെ -1ൻ്റെ ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് എക്സ് ലിമിറ്റ്, വൈ ലിമിറ്റ്, ഇസഡ് ലിമിറ്റ് ഒക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലേബലൊക്കെ കൊടുക്കാതിരിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാം. സോ എന്തായാലും കോഡ് റൺ ചെയ്യാം. കോഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സൈസ് ചെറുതാക്കണം, എന്നാലാണ് എനിക്ക് ഡയഗ്രാം കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ സപ്പോസ് നമ്മൾ ആംഗിളൊന്നും കൊടുത്തിട്ടില്ല, റൊട്ടേറ്റേ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. കോഡ് റൺ ചെയ്യുന്നു. സോ ഇതാണ് നമ്മളുടെ കോർഡിനേറ്റ്. റെഡ്യൂസ് സൈസ് കാണാൻ പറ്റും. സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ് കേട്ടോ. ആൻഡ് ഇസഡ് ആക്സിസ് മുകളിലേക്ക്. തൽക്കാലം ഞാൻ റൊട്ടേഷനേ കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ഓരോ ചെറിയ ചെറിയ റൊട്ടേഷനായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഫൈനൽ എന്നുള്ളതാണ് കാണിച്ചത്. സപ്പോസ് ഞാൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആക്സിസ് ഒരു ചെറിയ റൊട്ടേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് ആദ്യം വളരെ ചെറിയ റൊട്ടേഷൻ കൊടുക്കാൻ 10 ഡിഗ്രി കൊടുത്തു. ഒറിജിനൽ ഡയറക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ എക്സ് ഡയറക്ഷൻ, ഒറിജിനൽ എക്സ് ഡയറക്ഷൻ, ഒറിജിനൽ വൈ ഡയറക്ഷൻ, ഒറിജിനൽ ഇസഡ് ഡയറക്ഷൻ. നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് ഇസഡ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ്. ഞാനൊരു 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും വന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും വന്നു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഏറെ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ശരിയായി 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ ഉള്ള എക്സ് ആക്സിസ് എവിടെയായിരുന്നു, അത് ഇങ്ങോട്ട് വന്നു. നേരത്തെ ഉള്ള വൈ ആക്സിസ് എവിടെയായിരുന്നു, അത് ഇങ്ങോട്ട് വന്നു. ഇസഡ് ആക്സിസിന് മാറ്റമൊന്നുമില്ല, കാരണം നമ്മൾ ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് റൊട്ടേറ്റ്. ലെറ്റ് മീ ഓൾസോ ഷോ യു ഹൗ ടു ഡു. നെഗറ്റീവ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ് ആക്സിസ് ഇതാണ്. നെഗറ്റീവ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തപ്പോഴേക്കും എക്സ് ആക്സിസ് ഇങ്ങോട്ടും വന്നു, വൈ ആക്സിസ് ഇങ്ങോട്ടും. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ റൊട്ടേഷൻ. 45 ഡിഗ്രി. സോ ഒന്നാമത്തെ റൊട്ടേഷൻ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ റൊട്ടേഷൻ. ഒന്നാമത്തേത് ചെയ്തിട്ട് അതിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ചെയ്യാം കേട്ടോ. സോ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നതിനകത്ത് ഞാൻ ഒരു മാറ്റം വരുത്താൻ പോവാണ്. ഇനീഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ അതായത് Z1-ന്
വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള Z1 എന്നുള്ള ഓപ്പറേഷൻ, അതായത് Z ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ആദ്യത്തെ റൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഇനീഷ്യൽ ആംഗിളായിട്ട് പ്ലോട്ടിനകത്ത് കാണിക്കും. ആൻഡ് എബൌട്ട് Y റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നത്തെ ആംഗിളായിട്ടും കാണിക്കും. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു 45 ഡിഗ്രി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഫൈനൽ എന്താണോ അതായിരിക്കും അടുത്ത ഡയഗ്രത്തിനകത്ത് ഇനീഷ്യലായിട്ട് വരാൻ. ഓക്കെ, സോ ഇതാണ് എൻ്റെ പുതിയ എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ പുതിയ വൈ ആക്സിസ്, ഇതാണ് എൻ്റെ പുതിയ ഇസഡ് ആക്സിസ്. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോറി, ഇതിപ്പോൾ ഞാൻ 45 ആണ്, സോ -45 ആണ്, -45. ഓക്കെ, ഒരു എത്ര കൊടുക്കണം, ഒരു 10 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്, ഒന്നും കൊടുക്കാതെ രണ്ടും. സോ ഇനീഷ്യലും ഫൈനലും സെയിം ആണ്, കാരണം നമ്മൾ വൈ ഡയറക്ഷനിൽ റൊട്ടേഷൻ കൊടുത്തിട്ടില്ല. വൈ ഡയറക്ഷനിൽ ഒരു 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഏതിപ്പോൾ ഫിക്സ്ഡ് ആയിട്ടിരിക്കണം, വൈ ഡയറക്ഷൻ ഫിക്സ്ഡ് ആയിട്ടിരിക്കണം, മറ്റേ രണ്ടും റൊട്ടേറ്റ്. ഓക്കെ, എക്സും ആൻഡ് ഇസഡും റൊട്ടേറ്റ്. 10 ഡിഗ്രി ഒന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം, 30 ഡിഗ്രി. പുതിയ വൈക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് പുതിയ വൈക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് മാറുന്നില്ല. എക്സ് ഇവിടെ ഉണ്ടായിരുന്ന എക്സ് കുറച്ചൊന്ന് തിരിഞ്ഞിട്ടുണ്ട്, അതേ എമൗണ്ട് തന്നെ ഇസഡും തിരിഞ്ഞിട്ടുണ്ട്. 3 ഡയമെൻഷനിലായിട്ടാണ്, അപ്പോൾ അതാണ്. പിന്നെ സോ ലെറ്റ് us turn it -30 ഡിഗ്രി. ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് 30 ഡിഗ്രി ആ ഡയറക്ഷനിൽ തിരിഞ്ഞു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞു. ഓക്കെ, സോ ലെറ്റ് us do -60 ഡിഗ്രി. സോ ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് 60 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട്. You can turn it to 90 ഡിഗ്രി ഓൾസോ. സോ ഇത് വൈ ആക്സിസ്. വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് 90 ഡിഗ്രി തിരിച്ചു. അപ്പോൾ എന്ത് പറ്റി, നേരത്തെ ഉണ്ടായിരുന്ന എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് വൈയും വന്നു, നേരത്തെ ഉണ്ടായിരുന്ന എക്സിൻ്റെ ഡയറക്ഷനിലേക്ക് ഇസഡും വന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഇസഡിന് ഓപ്പോസിറ്റായിട്ട് എക്സും. സോ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ലെറ്റ് us go back to some reasonable value. So let it be 30 degree. That is better. Right. Okay, 30 degree തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ -45 തിരിച്ചായിരുന്നു, വൈ ഡയറക്ഷനിൽ 30 ഡിഗ്രി തിരിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇസഡ് ഡയറക്ഷനിൽ തിരിക്കാം. ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് മാറ്റാൻ പോവാണ്. ഇനി ഇനീഷ്യലായിട്ട് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് വൈ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് ഇസഡ് കഴിഞ്ഞിട്ടുള്ളത് ഫൈനലായിട്ട് പ്ലോട്ട് ചെയ്യാം. തൽക്കാലം നമ്മൾ അവിടെ തിരിക്കുന്നില്ല. സോ ഇതാ മൂന്നാമത്തെ ആംഗിൾ നമ്മൾ 0 ആണ് കൊടുത്തത്. അപ്പോൾ ഇനീഷ്യലും ഫൈനലും എല്ലാം ഒരേപോലെ ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു 10 ഡിഗ്രി തിരിച്ചു. ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് തിരിക്കുന്നത്? പുതിയ ഇസഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഇസഡ് ആക്സിസിൻ്റെ ആ ഡയറക്ഷൻ മാറില്ല. എക്സിൻ്റെ ഡയറക്ഷൻ 10 ഡിഗ്രി തിരിഞ്ഞു, അതേപോലെ തന്നെ വൈയുടെ ഡയറക്ഷനും 10 ഡിഗ്രി തിരിഞ്ഞു. 10 ഡിഗ്രിയൊക്കെ കൂട്ടാം, 30 ഡിഗ്രി തിരിക്കാം. സോ എക്സിൻ്റെ ഡയറക്ഷൻ 30 ഡിഗ്രി തിരിഞ്ഞു, വൈയുടെ ഡയറക്ഷനും 30 ഡിഗ്രി തിരിഞ്ഞു. This looks okay. Now let us go and plot initial xy z. നമ്മുടെ ഇനീഷ്യലായിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെ വയ്ക്കാം. അതിൻ്റെ പേര് ഐഡൻറ്റിറ്റി ആക്സിസ് എന്നാണ് കേട്ടേക്കുന്നത്. ജസ്റ്റ് പ്ലോട്ടിൽ മാത്രമാണ് മാറ്റുന്നത്. സോ ഇനീഷ്യലി നമ്മൾ പരിപാടി തുടങ്ങിയപ്പോഴേക്കും
എക്സ് ആക്സസ് ഇതായിരുന്നു, വൈ ആക്സസ് ഇതായിരുന്നു, ഇസഡ് ആക്സസ് ഇതാണ്. നമ്മളുടെ ഈ ഓപ്പറേഷൻ ഏത് ഓപ്പറേഷനാണ്? നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ -45 ഡിഗ്രി, വൈ ഡയറക്ഷനിൽ 30 ഡിഗ്രി, ഇസഡ് ഡയറക്ഷനിൽ 30 ഡിഗ്രി അങ്ങനെ തിരിച്ചപ്പോഴുള്ള ഫ്രെയിമിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡാർക്കർ കളേഴ്സാണ് ഞാൻ ഫൈനൽ ഇതിന് കൊടുത്തത്. ഓക്കെ, ലെറ്റ് us do some other angles. ആദ്യത്തെ റൊട്ടേഷൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഓരോ ആംഗിളായിട്ട് സോ ലെറ്റ് us do 45, 30, 30, 45, 30, 30 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. സോ ഈ ലൈറ്റർ കളറാണ് എൻ്റെ ഇനീഷ്യൽ ഫ്രെയിം, ഫൈനൽ ഫ്രെയിം കുറച്ചും കൂടെ ഡാർക്ക്. 45, 30, 60. സോ ഇനീഷ്യലിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. ആക്ച്വലി ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഫൈനലിനകത്ത് ഇത് എക്സ്, ഈ ഗ്രീൻ പോലത്തെ കളറ്, ആൻഡ് ഇത് അതിൻ്റെ വൈ, ഇത് അതിൻ്റെ ഇസഡ്. സോ ഈ കോഡ് ഞാൻ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. ഈ കോഡ് എടുത്ത് അങ്ങനെ റൺ ചെയ്ത് നോക്കുന്നതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ടത് പഠിക്കില്ല, പക്ഷെ ചെയ്ത് നോക്കണം. ആൻഡ് സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതായത് നിങ്ങൾ ഈ കൺവെൻഷൻ തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇസഡ് ആണ് ഉപയോഗിച്ചത്. വേറെയും കൺവെൻഷൻ ഉപയോഗിക്കാമല്ലോ. ഓലർ ആംഗിൾ നമുക്ക് ഇഷ്ടംപോലെ കൺവെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ കൺവെൻഷൻസ് ഉപയോഗിക്കുക. 1-2 കൺവെൻഷൻസ് ഉപയോഗിച്ചോളൂ. ബോഡി സെൻറ്റേർഡ് ആയിട്ടും ലാബ് ഫ്രെയിമിലും 2 രീതിയിലും റൊട്ടേഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ 2 രീതിയിലും ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്രെയിംസിൻ്റെ ഓറിയൻറ്റേഷൻ ബിക്കോസ് ഓഫ് ദീസ് ഓയിലർ ആംഗിൾസ് എങ്ങനെയാണ് അത് മാറുന്നത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. അപ്പോൾ ഫിസിക്സുകാർ റോബോട്ടിക്സ് പഠിക്കാനായിട്ടുള്ള എല്ലാ തിയററ്റിക്കൽ നോളജും നമുക്കുണ്ട്. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രശ്നം, ഈവൻ PG പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും വളരെ സിമ്പിളായിട്ടുള്ള കോഡുകൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ആ ഒരു അപ്രോച്ചിലാണ് ഞാൻ ഈ കോഴ്സ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ ഓയിലർ ആംഗിൾ എല്ലാ MSc സ്റ്റുഡൻസും പഠിക്കുന്നതാണ്. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടില്ല, എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. അതിന് അപ്ലൈ ചെയ്യാൻ, അതായത് ഏത് രീതിയിലും അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അറിയണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ, ഇതൊരു കമ്പ്യൂട്ടറിനകത്ത് വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാൻ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്, ഇഷ്ടംപോലെ കോഡുകളുണ്ട്. ഞാനത് മാനുവലായിട്ട് എഴുതുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു ബിഗിനറിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും. എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നൊരു കാര്യം ചെയ്യുമ്പോഴത്തെ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ആ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്ന് ഈ കോഡ്സൊക്കെ എഴുതുന്നത്. നിങ്ങൾക്ക് ഈ കോഡ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എടുത്ത് 1-2 തവണ റൺ ചെയ്ത് നോക്കുക. പക്ഷെ അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കരുത്. കാരണം ആ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അവനോൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് ഡെവലപ്പ് ആവുള്ളൂ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം.